Dear students, welcome to Learner's World. In this video, I'm going to talk about previous year question paper analysis, November 2024, FIUGP, AC, Commerce and Management, first semester, Calcutta University. Section C, each carries 10 marks. Previous video, we section A യും B യും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ സി ആണ്. 2 questions ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. അതിന് കിട്ടുന്ന മാർക്ക് 10 മാർക്കാണ്. 2 questions ആണ് അതിലുള്ളത്. Develop a business proposal to attract investors for a new organic food cafe by applying the 8 S's highlighted in Bill Birchard's The Science of Strong Business Writing. നമ്മുടെ ബുക്കിലുള്ള The Science of Strong Business Writing, Harvard Business Review by Bill Birchard. ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബിസിനസ് പ്രപ്പോസൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഓർഗാനിക് ഫുഡ് കഫേ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ഈ ഒരു സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള 8 S's അതിൽ അപ്ലൈ ചെയ്യണം. ദ ബിസിനസ് 8 S's എന്ന് പറയുന്നത് ഷോർട്ട്, സിമ്പിൾ, സ്പെസിഫിക്, സ്ട്രോങ്, സിൻസിയർ, സ്റ്റിമുലേറ്റിംഗ്, സ്ട്രക്ചേർഡ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ബിസിനസ് പ്രപ്പോസൽ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം. ഫസ്റ്റ് ഒരു ടൈറ്റിൽ വേണം. അപ്പോൾ നമ്മൾ ഗ്രീൻ ബൈറ്റ് കഫേയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൈറ്റിൽ ഗ്രീൻ ബൈറ്റ് കഫേയാണ്. എ സസ്റ്റൈനബിൾ ഓർഗാനിക് ഡൈനിങ് എക്സ്പീരിയൻസ്, ഇതാണ് ടൈറ്റിലായിട്ട് വരുന്നത്. ദെൻ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം. 8 S's ആണ് കേട്ടോ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ആൻഡ് സിമ്പിൾ. പ്രസൻറ്റ് ദ ഐഡിയ ബ്രീഫ്ലി. എ കഫേ ഓഫറിങ് ഹെൽത്തി ഓർഗാനിക് ലോക്കലി സോഴ്സ്ഡ് മീൽസ്. ഐഡിയ, ഈ ഒരു കഫേനെ കുറിച്ചിട്ടുള്ള ഐഡിയ വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം. അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഈ കഫേ ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ലോക്കലി സോഴ്സ്ഡ് മീൽസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലൊക്കെ വളരെ ഷോർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ദെൻ സ്പെസിഫിക് ആയിരിക്കണം. ഹൈലൈറ്റ് ടാർഗറ്റ് മാർക്കറ്റ്, ഹെൽത്തി കോൺഷ്യസ് അർബൻ യൂത്ത്, ലൊക്കേഷൻ ആൻഡ് പ്രൈസിങ്. മാർക്കറ്റ് ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അതായത് അവിടുത്തെ അർബൻ യൂത്തിൻ്റെ ഹെൽത്ത് കോൺഷ്യസ്, ലൊക്കേഷൻ, പ്രൈസിങ്, ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിരിക്കണം. ദെൻ സ്ട്രോങ്, ഇൻക്ലൂഡ് പൊട്ടൻഷ്യൽ ഫോർ പ്രോഫിറ്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. അതായത് ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതുപോലെ സോഷ്യൽ ഇമ്പാക്റ്റ്, എങ്ങനെ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവുമോ, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ ഈ കഫേയിലൂടെ എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. സിൻസിയർ, എംഫസൈസ് കമ്മിറ്റ്മെൻറ്റ് ടു കമ്മ്യൂണിറ്റി ഫാമേഴ്സ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ്. വളരെ സിൻസിയറായിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതായത് അതുപോലെ ഈ ഒരു കഫേയിലൂടെ ഈ കമ്മ്യൂണിറ്റി ഫാമേഴ്സുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ഇതിലൂടെ എംഫസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ്, അതായത് കൂടുതൽ മാലിന്യങ്ങളൊന്നും ഇതുമൂലം ഉണ്ടാകാതെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. സ്റ്റിമുലേറ്റിംഗ്, യൂസ് അപ്പീലിംഗ് വിഷ്വൽസ് ഓർ ഡാറ്റ ഓൺ ഓർഗാനിക് ഫുഡ് ഡിമാൻഡ്. പിന്നീട് കുറച്ച് വിഷ്വൽസ്, അതായത് ഈ ഓർഗാനിക് ഫുഡ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് വിഷ്വൽസ്, ഡാറ്റ ഒക്കെ ഉപയോഗിക്കാം. സ്ട്രക്ചേർഡ്, ഓർഗനൈസിംഗ് ടു ഇൻട്രൊഡക്ഷൻ, മാർക്കറ്റ് പ്ലാൻ, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതായത് ആദ്യം ഇൻട്രൊഡക്ഷൻ വേണം, പിന്നീട് മാർക്കറ്റ് പ്ലാൻ, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ, കൺക്ലൂഷൻ എന്നുള്ള തരത്തിലായിരിക്കണം. സിഗ്നിഫിക്കൻറ്റ്, സ്ട്രെസ് ഹൗ ഇറ്റ് ബെനിഫിറ്റ്സ് ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് ദ എൻവയൺമെൻറ്റ്. എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന് ഇത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, കസ്റ്റമേഴ്സിന്, എൻവയൺമെൻറ്റിന്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു പ്രപ്പോസൽ തയ്യാറാക്കേണ്ടത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് മാർക്ക് സുക്കർബർഗ്സ് ഐഡിയാസ് ആൻഡ് വിഷൻ ഷേപ്പ് ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ, പെർട്ടിക്കുലർലി ഇൻ ടേംസ് ഓഫ് ഇന്നോവേഷൻ, യൂസർ ഇൻട്രാക്ഷൻ ആൻഡ് പ്രൈവസി. ഇത് നമ്മുടെ ബുക്കിലുള്ള എഡിറ്റഡ് ഹൈലൈറ്റ്സ് ഓഫ് ദ BBC ഇൻ്റർവ്യൂ വിത്ത് മാർക്ക് സുക്കർബർഗ്, ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മാർക്ക് സുക്കർബർഗിൻ്റെ ഐഡിയാസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി, സോഷ്യൽ മീഡിയ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇന്നോവേഷൻ, യൂസർ ഇൻട്രാക്ഷൻ, പ്രൈവസി, ഇതൊക്കെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ
ഈ ഒരു ഫ്യൂച്ചർ ഓഫ് ടെക്നോളജിയിൽ ഐഡിയാസ്. Mark Zuckerberg's vision for connecting people globally led to the creation of Facebook, transforming communication and social interaction. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ആളുകളെ ഗ്ലോബലി കണക്ട് ചെയ്യുക. അത് അദ്ദേഹം ഫേസ്ബുക്കിൻ്റെ ക്രിയേഷനിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഗ്ലോബലി ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു സോഷ്യൽ ഇൻട്രാക്ഷന് ഇത് ഹെൽപ്പ് ചെയ്തു. ഈസ് ഫോക്കസ് ഓൺ ഇന്നോവേഷൻ ബ്രോഡ് ഫ്യൂച്ചേഴ്സ് ലൈക്ക് റിയൽ ടൈം ഷെയറിംഗ് മെസ്സേജിങ് ആൻഡ് പേഴ്സണലൈസ്ഡ് ഫീഡ്സ്. അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷനിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഷെയറിങ്, മെസ്സേജിങ്, പേഴ്സണലൈസ്ഡ് ഫീഡ്സ് ഇതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഹവെവർ ഹിസ് മോഡൽ ഓൾസോ റേസ്ഡ് കൺസേൺസ് അബൌട്ട് പ്രൈവസി ആൻഡ് ഡാറ്റ സെക്യൂരിറ്റി, പ്രോംപ്റ്റിംഗ് ഡിസ്കഷൻസ് ഓൺ എത്തിക്കൽ യൂസ് ഓഫ് ടെക്നോളജി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോഡൽ പ്രൈവസി, സെക്യൂരിറ്റി ഇതിനൊക്കെ കൂടുതൽ എംഫസൈസ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സുക്കർബർഗ്സ് വിഷൻ റീഷേപ്ഡ് ദ ഡിജിറ്റൽ വേൾഡ്, മേക്കിംഗ് സോഷ്യൽ മീഡിയ സെൻട്രൽ ടു ബിസിനസ്, പൊളിറ്റിക്സ് ആൻഡ് ഡെയിലി ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐഡിയാസ് ഈ ഒരു ഡിജിറ്റൽ വേൾഡിനെ തന്നെ റീഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ, ബിസിനസ്, പൊളിറ്റിക്സ്, ഡെയിലി ലൈഫ് ഇതിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായത്.